ശബരിമലയിൽ ഭക്തജന പ്രവാഹം 18ാം പടി കയറാൻ കഴിയാതെ പലരും അവിടെ തിരക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് ജനം TV പുറത്തുവിടുന്നത്. ഇപ്പോൾ അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ എങ്ങനെയാണ് അവിടെ തിരക്ക് അനുഭവപ്പെടുന്നത്? എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് അവിടെ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുള്ളത്? അരുൺ, തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ പോലീസും എത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി അവർ പറയുന്ന ഒരു കാര്യം സ്പോട്ട് ബുക്കിംഗ് എന്നുള്ളത് പമ്പയിൽ നിന്നും നിലയ്ക്കലേക്ക് മാറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് നിലവിൽ എടുത്തിരിക്കുന്നത്. അതുതന്നെയാണ് ഈ പമ്പയിലുണ്ടായ ക്രമാതീതമായ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ഒരു സംവിധാനമാകുന്നു. ഇനി തിരക്ക് നിലയ്ക്കലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ അതുതന്നെയാണ് നമ്മളുടെ ഒരു ക്യാമ്പയിനിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഇടത്താവളങ്ങളിൽ പമ്പയിലും നിലയ്ക്കലുമൊക്കെ തന്നെ ഇടത്താവളങ്ങളിൽ കൃത്യമായി സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ ഇടത്താവളങ്ങൾ കൃത്യമായ സൗകര്യം ഒരുക്കാത്തതിൻ്റെ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്, പ്രശ്നം തന്നെയാണ് നിലവിൽ ഈ ഒരു വലിയ തിരക്കിനൊക്കെ തന്നെ കാരണമായി വരുന്നത്. വരുന്ന തീർത്ഥാടകരൊക്കെ തന്നെയും സന്നിധാനത്തേക്ക് കടത്തിവിടുന്നതിന് പകരമായി തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമായി നോക്കേണ്ടത് ഇടത്താവളങ്ങളിൽ അവരെ കൃത്യമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരമൊരു സാഹചര്യം, അപകടകരമാകുന്ന ഏറ്റവും ഭയാനകമായ ഒരു സാഹചര്യം ഇനി ഈ മണ്ഡലകാലത്ത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ് ഇനി ആവശ്യമായുള്ളത്. അത്ര ഭയാനകമായ ഒരു കാഴ്ചകളിലൂടെയായിരുന്നു സന്നിധാനവും അതോടൊപ്പം തന്നെ അനുബന്ധ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ പോയിരുന്നത്. കാരണം തിരക്ക് നിയന്ത്രണം പൂർണ്ണമായും പാളുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ മുമ്പ് ഈ ബാരിക്കേഡുകളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഭക്തർ ഇങ്ങനെ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നെങ്കിൽ നിലവിൽ പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് എല്ലാ ഇടങ്ങളിലും കൃത്യമായ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഒരുക്കി സന്നിധാനത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് നമുക്ക് പറയാം. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് പമ്പയിലേക്കും നിലയ്ക്കലേക്കുമാണ്. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള കാരണമുണ്ട്. എന്തായാലും പരമാവധി തീർത്ഥാടകരെ സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് തൊഴുത് മടങ്ങുന്ന എത്രയും വേഗം ഇറക്കാനുള്ള ഒരു നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടേണ്ടത് ഈ വനപാതകളിലടക്കം ഈ തീർത്ഥാടകരെ തടഞ്ഞിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നിലയ്ക്കലിൽ കൊള്ളാവുന്ന വാഹനത്തിൻ്റെ ഒരു കണക്കുണ്ട്, അതിനപ്പുറത്തേക്കുള്ള ഒരു തീർത്ഥാടകർ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ഇനി നിലവിലുള്ള പ്രതിസന്ധികൾ, നിലവിലുള്ള ഈ തിരക്ക് മാറുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു വീണ്ടും സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടാനുള്ള ഒരു തീരുമാനം നിലവിൽ വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ അപ്പാച്ചിമേടിനപ്പുറത്തേക്ക് തീർത്ഥാടകരുടെ ഒരു വലിയ തിരക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ആ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കരുതുന്നത്. അതുകൊണ്ട് പരമാവധി തീർത്ഥാടകർക്ക് വേഗത്തിൽ ദർശനം കൊടുക്കുക എന്നതാണ് ഇപ്പോൾ നോക്കുന്നത്. ഒരു മിനിറ്റിൽ ഏകദേശം 70ഓളം തീർത്ഥാടകരാണ് പടി കയറിയെത്തുന്നത്. ഇത് പരമാവധി വേഗത്തിൽ ആ തീർത്ഥാടകരുടെ എണ്ണം പരമാവധി വേഗത്തിലേക്ക് കൂട്ടാനുള്ള ഒരു നടപടിക്രമങ്ങൾ കൂടി ഇപ്പോൾ നടത്തി വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭയാനകമായുള്ള ഏറ്റവും ആപത്കരമായ ഒരു സാഹചര്യത്തിലേക്കായിരുന്നു 18ാം പടിയുടെ താഴെയും അതുപോലെ തന്നെ നടപ്പന്തലുമൊക്കെ തന്നെ പോയിരുന്നത്. നിലവിൽ ആ പ്രശ്നങ്ങൾക്ക്, ആ പ്രതിസന്ധികൾക്ക് നിലവിലൊരു ശമനമായിരിക്കുകയാണ്. വീണ്ടും പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് ആ പാളിയ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് പഴയ ഒരു അവസ്ഥയിലേക്ക് ശബരിമല സന്നിധാനം എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും എടുത്തു പറയേണ്ട ഒരു സാഹചര്യം, വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇനിയും കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വീണ്ടും സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകാനുണ്ട് ഇടയുണ്ട്. അതോടൊപ്പം തന്നെ ഇനി 12 അരുൺ തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക തിരുവനന്തപുരത്ത് നിന്നും ബിന്ദു ചേരുന്നുണ്ട്. ബിന്ദു, നമസ്തേ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും ഈ കനകദുർഗയും ബിന്ദു അമ്മണിയൊക്കെ കയറ്റാനുള്ള ഒരു മിടുക്ക് കാണിച്ച സർക്കാരാണ് നമ്മുടെ കേരളത്തിലേത്, ദേവസ്വം ബോർഡും. അപ്പോഴാണ് ഇവിടെ ലക്ഷത്തോളം ഭക്തർ അവിടെ ശബരിമലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച, ഒരു സ്റ്റാമ്പേഡ് പോലും ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. നിയന്ത്രണങ്ങളെല്ലാം പാളുന്ന ഒരു കാഴ്ച ആശങ്കാജനകമല്ലേ സ്ഥിതി? ഈ അവസരത്തിൽ എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത് ബിന്ദു? മാഡം, ഈ ഹിന്ദു ഐക്യവേദിയൊക്കെ ഉണ്ടല്ലോ, അവരെന്തുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്യാൻ വരാത്തത്? ഇവര് ഈ ഭക്തജനങ്ങളെ അവരൊക്കെ ഇടപെടുന്നുണ്ടല്ലോ. അവരെ കൂടെ സഹായിക്കാൻ വരണ്ടേ മാഡം? അവരും കൂടെ സഹായിക്കാൻ വരണ്ടേ? അയ്യപ്പ സേവാ സമാജവും ഹിന്ദു ഐക്യവേദിയും ഒക്കെ ഭക്തർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നുണ്ട് ബിന്ദു. അതുകൂടി കൊണ്ടാണ് ഒരുപക്ഷെ ഇത്രയെങ്കിലും ഒരു നല്ല രീതിയിൽ പോകുന്നത്. വെള്ളം പോലും കിട്ടാതെ കൊച്ചു കുട്ടികൾ കിടക്കില്ലേ മാഡം? തീർച്ചയായും ആശങ്കാജനകമാണ്. അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും ഇല്ല. അത് ഏത് ഇതാണെന്ന് ഇത് മുസ്ലിങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. അവരെ ഒരു ഹെൽപ്പ് വേണ്ടേ? പോലീസിന്റെ ഒരു നല്ലൊരു ഹെൽപ്പ് വേണം. അതെ, ബിന്ദുവിന്റെ ആവശ്യം പോലീസിൽ കർശനമായി ഇടപെടണമെന്നാണല്ലേ?
അതെ അത് അവര് ഉണ്ടായിരുന്നു. ഇപ്പം മറ്റുള്ളവരെയൊക്കെ കൊണ്ടുപോകാൻ അവർക്ക് എന്ത് നല്ല സ്പീഡും ഇതും ഒക്കെ ആയിരുന്നു. അതെ അതെ തീർച്ചയായും. അവര് അത് അങ്ങനെയുള്ള ഭക്തജനങ്ങളെ സഹായിക്കണ്ടേ ഗവൺമെന്റ്? കക്കാൻ മാത്രം അവർക്കറിയാം. അവർക്ക് കക്കാൻ അന്ന് കട്ട സമയത്ത് എന്തുമാത്രം ഭക്തജനങ്ങളെ മേഡം അടിച്ചൊതുക്കിയത് അവര്. എന്ത് ആ സമയത്താണല്ലോ ഇവിടെ മോഷണം നടന്നത്. അതെ അതെ. അതായത് ബിന്ദു ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഈ അയ്യപ്പ ജനസംഗമവും ഭക്തജന സംഗമവും ഒക്കെ നടത്താൻ ഈ സർക്കാർ ചിലവഴിച്ചത് കോടികളാണ്. അതിന്റെ പകുതി പൈസ പോലും പുതിയ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ അവിടെ മുടക്കിയിട്ടില്ല ബിന്ദു. അത് തന്നെ മേഡം. ഇതൊക്കെ ചോദിക്കാൻ ആരുമില്ല. ഹിന്ദുക്കളെല്ലാം എന്തോ എനിക്കറിഞ്ഞൂടെ എന്ത് ചെയ്യണമെന്ന്. ഹിന്ദുക്കളൊന്നും ചോദിക്കൂല. ഇതൊരു പള്ളിയിലോ ഇതൊരു മുസ്ലിം പള്ളിയിലാണോ ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിൽ ഇതൊക്കെ നടക്കുമോ മേഡം? അതെ, താങ്കളുടെ ആശങ്ക ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അതിലൊരു സ്റ്റേറ്റ്മെന്റ് ഹിന്ദു ഐക്യവേദിയും BJPയും ഒക്കെ അടക്കുന്ന സംഘടനകൾ വളരെ ശക്തമായാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത്. അവർ അയ്യപ്പ സേവാ സമാജം ഉൾപ്പെടെ ഭക്തർക്ക് വേണ്ട ആവശ്യങ്ങൾ അവിടെയൊക്കെ ഒരുക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇവർക്കൊക്കെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് ബിന്ദു. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ കർശനമായി ശക്തമായി ഇടപെടേണ്ടത് സർക്കാരാണ്, ദേവസ്വം ബോർഡാണ് ബിന്ദു. അവരെ മറികടന്ന് ഈ പറയുന്ന സംഘടനകൾക്കൊക്കെ ഇടപെടുന്നതിൽ ഒരു പരിധിയുണ്ടെങ്കിലും ആ പരിധി ലംഘിച്ചും അവർ അവിടെ ഇടപെടുന്നുണ്ട് ബിന്ദു. എന്തായാലും ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് വളരെയധികം നന്ദി.